നമസ്കാരം. കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട്ടിൽ ED റെയ്ഡിനെതിരെ CPM അണികൾ അക്രമം അഴിച്ചുവിട്ടപ്പോൾ അവിടെ ഓടിയെത്തിയ ബിനീഷ് കോടിയേരിയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ബിനീഷ് കോടിയേരിയുടെ പോസ്റ്റും നമ്മൾ കണ്ടു. ഇത് ബിനീഷ് കോടിയേരിയുടെ കൃത്യമായ ഒരു മധുര പ്രതികാരം തന്നെയാണ്. സ്വന്തം അച്ഛനായ കോടിയേരി ബാലകൃഷ്ണനോടും തങ്ങളുടെ കുടുംബത്തോടും മുൻപ് പിണറായി വിജയനും പാർട്ടിയും കാട്ടിയ നെറുകേടിന് പാർട്ടിക്ക് അകത്ത് നിന്നുകൊണ്ട് തന്നെ ബിനീഷ് നൽകിയ 8ന്റെ പണി. 2020 ബംഗളൂരു കള്ളപ്പണക്കേസിൽ ബിനീഷ് അറസ്റ്റിലാവുമ്പോൾ അച്ഛൻ കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നു. മകന്റെ പേരിൽ ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് അദ്ദേഹത്തിന് ആ സ്ഥാനം ഒഴിയേണ്ടതായി വന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഇതൊരു അന്വേഷണ ഏജൻസിയുടെ കാര്യമാണ്. നാട്ടിൽ നിയമമുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സ്വാഭാവികമായും ആ കുടുംബം സ്വീകരിക്കും. അന്വേഷണത്തിൽ നിയമവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കുടുംബം നോക്കുമെന്ന്. അതായത് ബിനീഷിനെ ED തൊട്ടാൽ അത് കുടുംബക്കാര്യവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംരക്ഷണത്തിന് കിട്ടില്ല എന്ന് അന്ന് പിണറായി വെട്ടിത്തുറന്നു പറഞ്ഞു. അതാണ് പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ്. അന്ന് സ്വന്തം മകൻ കേസിൽപ്പെട്ടപ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും നോക്കാം. ഏത് ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷയും കിട്ടട്ടെ. ബിനീഷിനെതിരായ ആരോപണം ഒരു വ്യക്തിക്കെതിരെ ഉയർന്നതാണ്. ബിനീഷ് ഗവൺമെന്റിന്റെ ഭാഗമല്ല എന്ന്. അതാണ് കോടിയേരിയുടെ മാന്യത. എന്നാൽ ഇന്ന് പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ കൃത്യമായ തെളിവുകളോടെ മാസപ്പടി കേസിൽ ED അന്വേഷണം വരുമ്പോൾ ഈ പാർട്ടിക്ക് എന്താണ് സംഭവിക്കുന്നത്? അണികൾ തെരുവിൽ വന്ന് ED ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച കാറിന്റെ ചില്ല് തകർക്കുന്നു, ചുടുകട്ടയെടുത്ത് എറിയുന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വന്ന് ഇത് പാർട്ടിക്കെതിരെയുള്ള നീക്കമാണെന്ന് പറഞ്ഞ് പ്രസ്താവനയും നടത്തുന്നു. ബിനീഷിനെ തൊട്ടാൽ കുടുംബകാര്യം, വീണയെ തൊട്ടാൽ അത് പാർട്ടിയുടെ കാര്യമാകുന്ന ഈ വിചിത്രമായ കമ്മ്യൂണിസ്റ്റ് ന്യായീകരണത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. രണ്ട് നിലപാടുകളുള്ള ഈ ഇരട്ടച്ചങ്ങന്റെ തന്ത്രങ്ങൾ ബിനീഷിന് നന്നായി അറിയാം. തന്റെ മൃതദേഹം മരണശേഷം തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് പൊതുദർശനത്തിന് വെക്കണമെന്ന് കോടിയേരി ബാലകൃഷ്ണന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ പിണറായി വിജയനും പാർട്ടിയും അതിന് യാതൊരുവിധ താല്പര്യവും കാണിച്ചില്ല. കോടിയേരിയെ അതീവ ധൃതിയിൽ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി സംസ്കരിക്കുകയായിരുന്നു. അന്ന് അച്ഛനോട് കാട്ടിയ അനാദരവിനും താൻ ജയിലിൽ കിടന്നപ്പോൾ തിരിഞ്ഞു നോക്കാത്തതിനുമുള്ള പ്രതികാരം തീർക്കാൻ പാർട്ടിക്ക് പുറത്തു നിന്നുകൊണ്ട് ബിനീഷിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ബിനീഷ് പാർട്ടിക്കൊപ്പം നിന്നുകൊണ്ട് മധുര പ്രതികാരം ചെയ്യുന്നത്. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ്. മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസിയായ SFIO അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച പിണറായിയുടെ ഉറക്കം കെടുത്തിയ ഷോൺ ജോർജ് ബിനീഷ് കോടിയേരിയുടെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. ഇരുവരും ചേർന്നാണ് എറണാകുളത്ത് ഒരു വക്കീൽ ഓഫീസ് പോലും തുടങ്ങിയത്. അപ്പോൾ ഈ മാസപ്പടി കേസിലെ നിർണായക നീക്കങ്ങളെല്ലാം ബിനീഷ് കോടിയേരിയും ഷോൺ ജോർജും തമ്മിൽ ചർച്ച ചെയ്യാതിരിക്കുമോ? പിണറായിയെ പൂട്ടാനുള്ള കൃത്യമായ വഴികൾ ഷോണിന് മുന്നിൽ തുറന്നിട്ടത് ഒരുപക്ഷെ ഈ മധുര പ്രതികാരത്തിന്റെ ഭാഗവുമായിരിക്കാം. ലഹരി കേസിൽ കുടുങ്ങിയപ്പോൾ 2020 ബിനീഷിന്റെ പാർട്ടി അംഗത്വം മരവിപ്പിച്ചത്. 2023 കേസിൽ നിന്ന് പൂർണ്ണമായി കുറ്റവിമുക്തനായിട്ടും അംഗത്വം നൽകാൻ ബിനീഷ് 4 തവണ അപേക്ഷ നൽകിയിട്ടും CPM സംസ്ഥാന നേതൃത്വം അത് ക്രൂരമായി നിരസിക്കുകയായിരുന്നു. എന്നിട്ടും ബിനീഷ് ഇന്നലെ അവിടെ വന്ന് രക്ഷാപ്രവർത്തകന്റെ റോൾ ചെയ്തതിന് പിന്നിൽ വ്യക്തമായ ലക്ഷ്യമുണ്ട്. CMRL കമ്പനി നൽകിയ കോടികളുടെ കൈക്കൂലിയാണ് ഈ മാസപ്പടിയെന്ന് ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകേണ്ട പണം മകൾ വീണയുടെ എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ട് വഴി വെളുപ്പിച്ചെടുത്തു. കോടികൾ ഒഴുക്കി പിണറായി ഈ കേസ് അട്ടിമറിക്കാൻ നോക്കിയിട്ടും കേന്ദ്ര ഏജൻസികൾ പൂട്ടിയിരിക്കുകയാണ്. 99 സീറ്റിൽ നിന്നും പാർട്ടി വെറും 35 സീറ്റിലേക്ക് എത്തിച്ച കാരണഭൂതൻ ഇനി പ്രതിപക്ഷത്തിരുന്ന് പാർട്ടിയുടെ അന്ത്യം കാണുമെന്ന ഷോൺ ജോർജിന്റെ വാക്കുകൾ സത്യമാവാൻ പോവുകയാണ്. അന്ന് ബിനീഷ് കേസിൽപ്പെട്ടപ്പോൾ അത് കുടുംബകാര്യമെന്ന് പറഞ്ഞ് കൈ കഴുകിയ പിണറായി വിജയന് ഇന്ന് സ്വന്തം മകൾ വീണയുടെ മാസപ്പടിക്കൊള്ള പുറത്തു വന്നപ്പോൾ അത് പാർട്ടി അണികളെ തെരുവിലിറക്കി പ്രതിഷേധം അറിയിക്കേണ്ടതായി വരുന്നു. 4 വട്ടം പാർട്ടി അംഗത്വം നിഷേധിച്ചിട്ടും പിണറായിയെ പിന്താങ്ങാൻ ഇന്നലെ ബിനീഷ് കോടിയേരി അവിടെ എത്തിയത് യഥാർത്ഥത്തിൽ അച്ഛനെ അവഗണിച്ച ക്യാപ്റ്റനോടുള്ള മധുര പ്രതികാരമാണ്. ബിനീഷിന്റെ പാർട്ണറായ ഷോൺ ജോർജ് നടത്തിയ ആ നിയമ പോരാട്ടത്തിന് മുന്നിൽ പിണറായിയുടെ മകൾ ഇനി ജയിലിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. സ്വന്തം മകൾക്ക് വേണ്ടി പാർട്ടിയെയും അണികളെയും ചുടുകട്ടയാക്കി മാറ്റുന്ന പിണറായിസത്തിന്റെ അന്ത്യം കുറിക്കാൻ ബിനീഷ് ചെയ്യുന്ന മധുര പ്രതികാരം അത്ര ചെറുതൊന്നുമല്ല.